ഫ്രണ്ട്സ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് ആയിട്ടും വിളിച്ചിട്ടുണ്ട്, അതുപോലെ കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി ഉണ്ട്, അതായത് കോൺട്രാക്ട് ബേസിലുണ്ട്. അപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കോൺട്രാക്ട് ബേസിൽ അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിൽ കിട്ടിയാലും നിങ്ങൾക്ക് പെർമനന്റ് ആകാനുള്ള സ്കീമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ, എക്സാം, അതുപോലെ അതിൻ്റെ സ്കീമോ, അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സിലബസ് കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപേക്ഷയിൽ തെറ്റുകളൊന്നും വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവസാന വർഷം പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇവിടെ കാണാൻ ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാൻ 25/4 ആണ്. ഇതിലേക്ക് സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് May 22 ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് May 12 ആണ്. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ കോൺട്രാക്ട് ബേസ് വേക്കൻസി ഉണ്ട്. അപ്പോൾ പെർമനന്റ് വേക്കൻസിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ സൂപ്പർവൈസർ S3 ഗ്രേഡ് പേ സ്കെയിൽ കൂടെ കാണാൻ നിങ്ങൾക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് May 1, 2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ വേക്കൻസിയാണ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ് ഡിസിപ്ലിൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്, അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള H അല്ലെങ്കിൽ G കാർഡ് ഹോൾഡർ ആയിരിക്കണം. അത് ഈ പറയുന്ന CBLR റെഗുലേഷൻ പ്രകാരം ഉള്ളതായിരിക്കണം. അതോടൊപ്പം 5 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കിതിൽ വേണം എന്നുള്ളതാണ് കേട്ടോ അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്, അതുപോലെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഉണ്ട്. അത് ഫ്രഷേഴ്സ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സീക്ക് ചെയ്ത് പോകണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ 3-4 പോസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ്ഡ് വേക്കൻസി ഉള്ളൂ, ബാക്കിയൊക്കെ ഫ്രഷേഴ്സിനുള്ളതാണ്. അപ്പോൾ അടുത്തത് ഇവിടെ കാണാം ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ്, S2 ഗ്രേഡ് ആണ്. അവിടെ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് SCക്ക് ഒരു റിസർവ് വേക്കൻസിയാണ്. ഇത് ബാക്ക്ലോഗ് വേക്കൻസി. ബാക്ക്ലോഗ് വേക്കൻസി പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ ഫില്ലാത്ത വേക്കൻസികളാണ്. അപ്പോൾ ഇത് തന്നെ SCയിൽ തന്നെ ഈ പറയുന്ന PWD, HH, PD കാറ്റഗറീസ് അല്ലെങ്കിൽ എക്സ് സർവീസ്മാനൊക്കെ റിസർവ് ആയിട്ടുള്ള പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇനി അടുത്തത് ഡിസൈൻ അസിസ്റ്റന്റ് S2 ഗ്രേഡ് ആണ്. ഇതിൻ്റെ പേ സ്കെയിൽ കൂടെ കാണാൻ നിങ്ങൾക്ക് 32 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ആണ്, ഒരു വേക്കൻസിയാണ്. ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. ഓക്കെ, അതിൽ നമുക്ക് ഇതും ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന് റിസർവ് വേക്കൻസിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് നമുക്ക് സൂപ്പർവൈസർ S2 ഗ്രേഡ് തന്നെയാണ്. 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ. ഡിജിറ്റൽ ബ്രാൻഡിംഗ് ആണ്, ഒരു വേക്കൻസിയാണ്. ജനറൽ ആണ്. ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെ ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. വിത്ത് 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ IT-ലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിപ്ലോമ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് ഡിപ്ലോമ അതല്ലെങ്കിൽ PG ഡിപ്ലോമ 1 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഈ പറയുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ IT കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളൊക്കെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസിയാണ്. ഈ 3-4 പോസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസിന് ഉള്ള വേക്കൻസി, എക്സ്പീരിയൻസ് ആവശ്യമുള്ള വേക്കൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. ഇവിടെ നമുക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് HR അതുപോലെ അഡ്മിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 2 വേക്കൻസിയും ജനറലാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് PG ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ, ഓക്കെ, ഒരു PG ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്ന് വേണം. ഓക്കെ, അതും അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം മിനിമം. അതോടൊപ്പം തന്നെ ഏതാണ് നമ്മൾ റിലവൻറ്റ് ഡിസിപ്ലിൻ ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ട ഏരിയാസ് ഇവിടെ കൊടുക്കുന്നത് ഈ പറയുന്ന HRMO അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ IR അല്ലെങ്കിൽ ലേബർ വെൽഫെയർ അല്ലെങ്കിൽ ലേബർ ലോ അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു PG ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ആയിരിക്കണം. അപ്പോൾ ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ HR അല്ലെങ്കിൽ HRD ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇനി മറ്റൊരു രീതിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ ഒന്നും വേണ്ട.
ഓക്കെ, BBA കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ആണെങ്കിലും ഇതിലേക്ക് എന്ത് ചെയ്യാം, BBM കഴിഞ്ഞവരാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റു ഡിപ്ലോയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള CGPA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ ആണെങ്കിലും BBA ആണെങ്കിലും BBM ആണെങ്കിലും ഏതിനാണെങ്കിലും ഈ പറയുന്ന മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇനി അടുത്തത് വരുന്ന പോസ്റ്റ് സൂപ്പർവൈസർ നിങ്ങൾക്കൂടാണ് S1 ഗ്രേഡാണ്. ഇതൊക്കെ നോക്കണം, പോസ്റ്റ് നെയിമൊക്കെ നിങ്ങൾ നോക്കണം. സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് ഓഫീസ് മാനേജ്മെൻറ്റിലേക്ക് ഒരു വേക്കൻസി ജനറൽ ആണ്, ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു വേക്കൻസി എന്നൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് അപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് വേക്കൻസി ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ആയിരക്കണക്കിന് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷകളുടെ എണ്ണം കൂടും. അപ്പോൾ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കുന്നവരുടെ എണ്ണം ഒരുപാട് പേര് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. മാക്സിമം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു 10 നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഈ PSC ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ കാണാം, ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ടാൽ തന്നെ അവർ അടുപ്പിച്ചുള്ള 3-4-5 എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, അതിലൊക്കെ അവരുണ്ടാവും. അതാണ് അതിൻ്റെ നമ്മൾ പഠിച്ച് നമ്മൾ ഒരു റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സാമൊക്കെ എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ കയറാൻ പറ്റും, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുക. ഒരു വേക്കൻസി അല്ലേ വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് ഇതിലേക്കും അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. മിനിമം 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആയിരിക്കണം. അത് ഈ പറയുന്ന മോഡേൺ ഓഫീസ് പ്രാക്ടീസ് ആൻഡ് മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമയോ, അതല്ലെങ്കിൽ മോഡേൺ ഓഫീസ് മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമയോ, അല്ലെങ്കിൽ മോഡേൺ ഓഫീസ് പ്രാക്ടീസിലുള്ള ഡിപ്ലോമയോ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്കോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ്. ഇനി CGPA എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്. നിങ്ങൾക്ക് 10 പോയിന്റ് സ്കെയിൽ ഒരു 6 പോയിന്റ്സ് ആവാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പറയുന്ന 60 എബോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 എബോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് 10ൻ്റെ ഉള്ളിൽ നമ്പർ ആയിരിക്കും ഗ്രേഡ്. അത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ആയിരിക്കാം. CGPA ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റയിൽ. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക്. ഇനി അടുത്തത് സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. S1 ഗ്രേഡിൽ എനിക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്. മെക്കാനിക്കലിലേക്കാണ് ഒരു വേക്കൻസിയാണ്. ഇത് EWS റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കോർ ഡിസിപ്ലിൻ, അതിൻ്റെ മെയിൻ ഡിസിപ്ലിൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് ഡിസിപ്ലിൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാതെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് നമ്മളുടെ. അപ്പോൾ അവർ എലിജിബിൾ ആണോ എന്ന് വരെ ചെക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ മെക്കാനിക്കൽ ഉണ്ട്, അത് മെക്കാനിക്കൽ തന്നെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റു അലൈഡ് ഗ്രൂപ്പുകളുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. 60% മാർക്ക് ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. ഇതിൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ ഒരു വേക്കൻസിയാണ്, അത് OBC റിസർവ്ഡ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ അതിൻ്റെ അലൈഡ് ഗ്രൂപ്പ്, അതിന് ഇക്വലൻ്റ് ഏതൊക്കെയാണ് ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞു കേട്ടോ. 55% മാർക്ക് മതി, OBC ആയതുകൊണ്ട് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത സൂപ്പർവൈസർ S1 ഗ്രേഡിന് 28 സിവിലാണ് ഡിസിപ്ലിൻ വരുന്നത്. ഒരു വേക്കൻസിയാണ്, OBCക്കാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് 55% മാർക്ക് മതി, യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. 28 ഏജ് ലിമിറ്റ്. മെക്കാനിക്കലാണ്, 2 വേക്കൻസി. ഒന്ന് ജനറൽ ഉണ്ട്, ജനറൽ ഉണ്ടായത് ഏത് കാറ്റഗറിക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ SCക്ക് ഒരു വേക്കൻസിയാണ്. ഇതിലെനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് വേണം. SC കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് മതി, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി സൂപ്പർവൈസർ S1 ഗ്രേഡ് 28 ഏജ് ലിമിറ്റ് വരുന്നത്. സിവിലാണ് ഡിസിപ്ലിൻ. SCക്ക് ഒരു റിസർവ് വേക്കൻസിയാണ്. ഇതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് SCക്ക് 55% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സൂപ്പർവൈസർ S1 ഗ്രേഡ്. ഓക്കെ, താഴോട്ട് പോയി. സൂപ്പർവൈസർ S1 ഗ്രേഡ് 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് നിങ്ങൾക്കൂടെ കാണാൻ സെക്യൂരിറ്റി ആണ്. ഒരു വേക്കൻസിയാണ്, ജനറലാണ് ഇതിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, അതായത് സെക്യൂരിറ്റി മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമയും കഴിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ ആവശ്യമില്ല, അതായത് അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ് ഈ പറയുന്ന ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ പാരാമിലിറ്ററി ഇതിലൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ആവശ്യമില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ വെച്ച് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ആവും കേട്ടോ, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി അടുത്തത് നിങ്ങൾക്ക് എഞ്ചിൻ ടെക്നീഷ്യനാണ്, S1 ഗ്രേഡാണ്. 28 ഏജ് ലിമിറ്റ്. ഒരു വേക്കൻസിയാണ്, അത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. PWDക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ്
ടെലികോം എഞ്ചിനീയറിംഗിലുള്ള അതല്ലെങ്കിൽ അത് തുല്യമായിട്ടുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 55% യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ്, S1 ഗ്രേഡാണ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. മെക്കാനിക്കൽ 5 വേക്കൻസി ഉണ്ട്. ജനറൽ 1, OBC 1, SC 1, ST 1, EWS 1. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് BR BTech ഉയർന്ന ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ട് ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ BSc ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ റിപ്പയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST OBC PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് നിങ്ങളുടെ കാണാൻ ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇലക്ട്രിക്കൽ 2 വേക്കൻസി, ജനറൽ 1, SC 1. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. പിന്നെ SC ST OBC ഇങ്ങനെയുള്ളവരൊക്കെയാണെങ്കിൽ 55 മതി കേട്ടോ. ഞാൻ ഇനി കോമൺ ആയിട്ട് പറയുന്നില്ല. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഡിസൈൻ അസിസ്റ്റൻറ്റ് 28 ഏജ് ലിമിറ്റ് വരുന്നത്. സിവിലാണ്. 2 വേക്കൻസി ഉണ്ട്. 1 ജനറൽ, 1 OBCക്കാണ്. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗിൽ BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. പെർസെൻറ്റേജ് OBC ആണെങ്കിൽ 55, ജനറൽ ആണെങ്കിൽ 60. ഇനി ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻ്റ് ആണ്, അതായത് കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസി ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ പെർമനൻറ്റ് വേക്കൻസി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി കോൺട്രാക്ട് ബേസിൽ നിങ്ങൾക്ക് കാണാം സൂപ്പർവൈസർ S4 ഗ്രേഡാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ 2 വേക്കൻസി ആണുള്ളത്. ജനറൽ 1, OBC 1. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ അതിലേക്ക്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത പോസ്റ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക് സൂപ്പർവൈസർ S4 ഗ്രേഡ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം 4 വേക്കൻസി ഉണ്ട്. 2 വേക്കൻസി ജനറൽ, OBCക്ക് 1, SCക്ക് 1. ഇതിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് റൈറ്റ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് സൂപ്പർവൈസർ S3 ഗ്രേഡാണ്. ഇതിലേക്ക് നമുക്ക് 36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 1 വേക്കൻസി ജനറലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ മീഡിയ സയൻസിലോ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ സയൻസിലോ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലോ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനും പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ, ഓക്കെ, അതായത് ഈ പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ഇതിലേക്ക് ഡിസൈൻ അസിസ്റ്റൻ്റ് ഉണ്ട്. S1 ഗ്രേഡ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. മെക്കാനിക്കൽ 4 വേക്കൻസി ഉണ്ട്. ജനറൽ 3, SC 1. ഇങ്ങനെയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ തുല്യമായുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ SC ST PWD ഒക്കെ ആണെങ്കിൽ 55% മാർക്ക് മതി. ബാക്കിയുള്ളവർക്ക് 60% മാർക്കാണ് കേട്ടോ. OBCക്കൊക്കെ 55% മാർക്ക് മതി. ഇനി അടുത്തത് ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് 28 ഏജ് ലിമിറ്റ്. ഇലക്ട്രിക്കലാണ്. ജനറൽ 1, OBC 1. ഇങ്ങനെയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തുല്യമായുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഡിസൈൻ അസിസ്റ്റൻ്റ് S1 ഗ്രേഡാണ്. ഇതിലേക്ക് സിവിലാണ്. 2 വേക്കൻസി, 1 ജനറൽ, 1 SC ആണ്. ഇതിലേക്ക് സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അടുത്ത് സൂപ്പർവൈസർ S1 ഗ്രേഡാണ്. 28 ഏജ് ലിമിറ്റ്. മെക്കാനിക്കലാണ്. 4 വേക്കൻസി, ജനറൽ 1, OBC 1, SC 2. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് തുല്യമായുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത് സൂപ്പർവൈസർ S1 ഗ്രേഡ് തന്നെയാണ്. 28 ഏജ് ലിമിറ്റ്. ഇലക്ട്രിക്കലാണ് ഡിസിപ്ലിൻ വരുന്നത്. 2 വേക്കൻസി, SC 1, ജനറൽ 1. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടോ, ഫ്രഷേഴ്സിന് അപ്ലൈ കേട്ടോ. ഇനി അടുത്തത് സൂപ്പർവൈസർ S1 ഗ്രേഡ്. 28 ഏജ് ലിമിറ്റ് വരുന്നത്. സ്റ്റോർ മെക്കാനിക്കലാണ്. 2 വേക്കൻസി, OBC 1, ST 1. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുല്യമായുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അടുത്തത് സൂപ്പർവൈസർ S1 ഗ്രേഡ്. ശരിക്കും ഇത് നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിലാണ് പറയുന്നത് കേട്ടോ. നമ്മൾ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ഒരു വലിയൊരു ശ്രമകരമായുള്ള ദൗത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഓക്കെ, 28 ഏജ് ലിമിറ്റ് വരുന്നത്. സ്റ്റോർ ഇലക്ട്രിക്കലാണ്. 1 വേക്കൻസി ജനറലാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് സൂപ്പർവൈസർ S1 ഗ്രേഡിൽ നഴ്സിംഗ് ആണ്. മെയിലാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ജനറൽ 1, EWS 1. ഇതിലേക്ക് നിങ്ങൾക്ക് നഴ്സിംഗ്, അതായത് ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കഴിഞ്ഞവരാണെങ്കിൽ, GNM കഴിഞ്ഞവരാണെങ്കിൽ, ഡിപ്ലോമ GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ.
ഡിപ്ലോമ ഇൻ GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അടുത്ത സൂപ്പർവൈസർ S1 ഗ്രേഡ് 28 ഏജ് ലിമിറ്റ് നഴ്സിംഗ് എന്നാണ്, ഒരു വേക്കൻസി ജനറലാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ ഓക്കെ ഈ 12ാമത്തെ ഇല്ല കേട്ടോ, 11ാമത്തെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ GNM ഡിപ്ലോമ അല്ലെങ്കിൽ BSc നഴ്സിംഗോ വെച്ച് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ പറയുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇതിനടുത്ത സൂപ്പർവൈസർ S1 ഗ്രേഡാണ്, 28 ഏജ് ലിമിറ്റ്, HR ആൻഡ് അഡ്മിൻ ആണ്, 3 വേക്കൻസി, ജനറൽ 1, OBC 1, SC 1. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ് വിത്ത് ഡിപ്ലോമയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ വേണം. അപ്പോൾ ഡിപ്ലോമയോ PG ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെ മേഖലയിലാണെന്ന് വെച്ചാൽ HRM അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ IR, ലേബർ വെൽഫെയർ അല്ലെങ്കിൽ ലേബർ ലോസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ PG ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BBA കഴിഞ്ഞവരോ BBM കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത സൂപ്പർവൈസർ S1 ഗ്രേഡാണ്, സെക്യൂരിറ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും സെക്യൂരിറ്റി മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള കേട്ടോ. ഇതിലും യാതൊരു എക്സ്പീരിയൻസും ഉണ്ടോ, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി സെക്യൂരിറ്റി മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു 15 ഇയേഴ്സ് സർവീസ് ഉള്ളവർക്കാണെങ്കിൽ, ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ പാരാമിലിറ്ററി അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിലൊക്കെ സർവീസ് ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു ഡിപ്ലോമ ആവശ്യമില്ല, അല്ലാതെ തന്നെ അതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ. വളരെ ലിമിറ്റഡ് വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ അവസരം നിങ്ങൾ കളയണ്ട. ഇപ്പോൾ SC ST OBC ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റിസർവേഷൻ മേജർ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായത് പോസ്റ്റിൽ കേട്ടോ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോർ ഡിസൈൻ അസിസ്റ്റൻറ്റ് S2 സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഇത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഡിപ്ലോമ ആണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എനിക്ക് ഡിപ്ലോമ ഉണ്ട്, ഓക്കെ. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ള പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഡിപ്ലോമ ഉണ്ട്, പ്ലസ് ഞാൻ എന്താണ് BE ഓർ BTech ഏതെങ്കിലും കഴിഞ്ഞെന്ന് വിചാരിക്കാം, BTech കഴിഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിപ്പോയില്ല, അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇല്ല, നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമക്ക് പകരം BE ഓർ BTech മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, നിങ്ങൾ എലിജിബിൾ അല്ല, ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന പോസ്റ്റുകൾ ഉണ്ടല്ലോ, സൂപ്പർവൈസർ S1 ഗ്രേഡ് തുടങ്ങിയത് ഈ പോസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഇനിഷ്യലി നമ്മൾ കാണിച്ച ആ തുടക്കത്തിലുള്ള ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് എന്താണ് ഇപ്പോൾ ഒരു ഡിപ്ലോമ ഈ പറയുന്ന മെക്കാനിക്കലിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഡിപ്ലോമ ഉണ്ടെന്ന് വിചാരിക്കാം, ഡിപ്ലോമ ഉണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാനിതിലേക്ക് എലിജിബിൾ അല്ല, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങൾ ഹയർ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ ഉയർന്ന അധിക ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. അതായത് ഈ പറയുന്നത് കേട്ടോ പോസ്റ്റ് നിങ്ങൾ നോക്കണം. സൂപ്പർവൈസർ അതിൻ്റെ ഗ്രേഡ് നോക്കാതെ S1 ഡിസൈൻ അസിസ്റ്റൻറ്റ് S1, അതുപോലെ എഞ്ചിൻ ടെക്നീഷ്യൻ S1, ഓക്കെ. S2 S3 S4 ഗ്രേഡിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടായിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇക്വലൻ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിപ്ലോമയാണ്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ മതി, ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോമിലേക്കാണെങ്കിൽ ഇത്രയും, ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി, ഓക്കെ. ഇനി സിവിൽ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത്, നേവൽ ആർക്കിടെക്ചർ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് IT ആണെങ്കിൽ ഏത് ഡിസിപ്ലിനാണ് അവിടെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഈ പറയുന്ന രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്, ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏത് ഗ്രേഡാണെന്ന് ഇവിടെ കൊടുത്തിട്ട് കൂടെ സൂപ്പർവൈസർ S1 ഗ്രേഡിലുള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റിലേക്ക് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കൈക്കലായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റുകളുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. S1 S3 S4 ഗ്രേഡുകളിലൊക്കെയുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനീഷ്യലി 3 വർഷത്തേക്കാണ് വിളിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് വീണ്ടും 2 വർഷത്തേക്ക്. നമ്മുടെ പെർഫോമൻസിനും അവരുടെ റിക്വയർമെൻറ്റിനും അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെ പെർമനൻ്റ് റോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും,
നമ്മളെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്, പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ പരിഗണിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ഗ്യാരണ്ടി ഒന്നല്ല, അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പരിഗണിക്കും. ഇനി പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഓഫീസ് എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. ഓക്കെ, ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. റിട്ടൺ ടെസ്റ്റും പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റും ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് റിട്ടൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അത് അവർ തീരുമാനിക്കുന്ന കാര്യം പോലെയാണ് നിങ്ങളുടെ എക്സാമിന് കിട്ടിയിരിക്കുന്ന ക്വാളിഫയിങ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇതിനൊക്കെ കിട്ടിയിരിക്കുന്ന മാർക്കില്ലേ, മാർക്കിൻ്റെ ശതമാനം നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ എന്തുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവരെന്ത് ചെയ്യും, റിട്ടൺ ടെസ്റ്റിന് വിളിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊൽക്കത്ത അല്ലെങ്കിൽ റാഞ്ചിയിൽ വെച്ചായിരിക്കും. അത് അവിടെ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കൂടുതൽ അപേക്ഷ വരുന്നതിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ പ്ലേസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ പാറ്റേൺ, റിട്ടൺ ടെസ്റ്റിൻ്റെ പാറ്റേൺ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2 പാർട്ടാണ്. പാർട്ട് ആയാലും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് 10th സ്റ്റാൻഡേർഡ് ബേസ് ആണ്. അത് ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, അങ്ങനെ 20 ക്വസ്റ്റ്യൻ അതാണ് വരുന്നത്. ഇനി ബാക്കി വരുന്ന 80 ക്വസ്റ്റ്യൻ വെയിറ്റേജും വന്നിരിക്കുന്നത് ഡിസിപ്ലിൻ റിലേറ്റഡ് ആണ്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് അത് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെ 100 മാർക്കിനാണ് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ ഡിസിപ്ലിൻ റിലേറ്റഡ് സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ സൂപ്പർവൈസർ S3 പെർമനന്റ് വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചോദിക്കുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ റിലേറ്റഡ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റിൽ നിന്ന് സെലക്ട് ആയാൽ, നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റ് എന്തൊക്കെ ആയിരിക്കും, ഓരോ പോസ്റ്റിന് എന്തൊക്കെ ആയിരിക്കും ഇവിടെ കോളം വൈസ് അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് പ്രത്യേകം നോക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിലധികം പ്രാവശ്യം, അതായത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിലധികം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഓക്കെ, നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സൈൻ ചെയ്ത്, ഓക്കെ, നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത അപേക്ഷയും അതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ കാസ്റ്റ് കാറ്റഗറി, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, എന്തൊക്കെയാണോ നിങ്ങളുടെ എലിജിബിലിറ്റി, അങ്ങനെയുള്ള എല്ലാ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത അപേക്ഷയോട് കൂടെ നിങ്ങൾ ഇതാണ് അഡ്രസ്സും കൂടെ കാണാം. പോസ്റ്റ് ബോക്സ് നമ്പർ 3076 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം, ലോധി റോഡ്, ന്യൂ ഡൽഹി 11003 എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് ഞാനിവിടെ വേറെ കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോസ്റ്റ് ബോക്സ് നമ്പർ എന്നാണ് തുടങ്ങിയിട്ട് ഇവിടെ 11003 എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പോസ്റ്റലായിട്ട്, ഓർഡിനറി പോസ്റ്റായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്, സാധാ പോസ്റ്റായിട്ടാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കേണ്ട അവിടെ എത്തേണ്ട അവസാന തീയതി 18 ജൂണാണ്. 18 ജൂണിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സ് വെച്ച് അവിടെ എത്തണം. ഇനി വെറുതെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ പോരാ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ എൻവലപ്പ് ഉണ്ടല്ലോ, പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ വാചകം നിങ്ങൾ എഴുതാൻ മറക്കരുത്. നിങ്ങൾ ഫ്രമും ടൂവും ഒക്കെ ഇതല്ല, അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ഇവിടെ എഴുതാം GRSC. ഓക്കെ, GRSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് നിങ്ങൾക്കിവിടെ കാണാം EN നമ്പർ എന്ന് പറഞ്ഞിട്ട് 2025/4. ഞാനിവിടെ മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ. എസ് എന്ന് ബ്രാക്കറ്റിൽ ഇടാം, ഇതൊരു വാചകം എഴുതാം. എന്നിട്ട് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻഡ് പോസ്റ്റ് ഇവിടെ കാണാം, നിങ്ങൾക്ക് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് കൊടുക്കാം. ഓക്കെ, പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് കൊടുക്കുക. അപ്പോൾ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, സൂപ്പർവൈസർ, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ മെക്കാനിക്കലാണോ ഇലക്ട്രിക്കലാണോ ഏതാണ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ നിങ്ങൾ ആ ഡിസിപ്ലിനും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് ഫില്ല് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്, അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാചകത GRSC ഇത് കംപ്ലീറ്റ് ഇതുപോലെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ GRSC എന്ന് എഴുതിയിട്ട് അതുപോലെ എഴുതണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ എഴുതാം. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഏതാണ് ഡിസിപ്ലിൻ, അത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഫസ്റ്റ് നമ്മൾ സൂപ്പർവൈസർ അല്ലെങ്കിൽ മറ്റു പോസ്റ്റുകളുണ്ടല്ലോ, ഡിസൈൻ എഞ്ചിനീയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എഴുതുക. അതായത് ഇപ്പോൾ സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവൈസർ എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ ഏതാണ് ഡിസിപ്ലിൻ, മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കൽ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ, അത് പ്രത്യേകം മറക്കണ്ട. ഇനി അപേക്ഷ ഫീസ് ഉണ്ട്, ഇതിലേക്ക് 422 രൂപ നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത്. SC ST PWD അതുപോലെ ഇന്റേണൽ കാൻഡിഡേറ്റ്സ് ആണ് നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്കാണ്, അത് നമ്മൾ നോക്കണ്ട. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മറ്റ് ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് പേ കുറവ്, DAR HR തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ
കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആനുവൽ CTC ഒക്കെ ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 60,000 മുകളിലായിട്ട് നമുക്കൊരു മന്ത്ലി സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു വേക്കൻസികളാണ് എല്ലാ പോസ്റ്റുകളും. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്ന ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും ഏകദേശം ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് May 22, ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 12 ജൂണാണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ് കേട്ടോ. ഇനി ഓൺലൈൻ എടുത്ത ആ പ്രിൻറ്റ് നിങ്ങൾ അതിൻ്റെ അപ്ലിക്കേഷൻ പ്രിൻറ്റ് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ എടുക്കണം. ആ പ്രിൻറ്റിൻ്റെ ഹാർഡ് കോപ്പിയും നിങ്ങളെ ഡോക്യുമെൻറ്റ്സും ഒക്കെ അവിടെ എത്തേണ്ട അവസാന തീയതി, നേരത്തെ പറഞ്ഞ അഡ്രസ്സിൽ എത്തേണ്ട അവസാന തീയതി ജൂൺ 18 വരെ സമയമുണ്ട്. ഇനി ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റിനുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു ആഴ്ച മുൻപാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ജൂൺ ജൂലൈയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ മാസം നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ടെസ്റ്റ് പറയുന്ന കൽക്കത്ത റാഞ്ചിയിലായിരിക്കും. അതിൻ്റെ ജൂൺ ജൂലൈയിലായിരിക്കും എക്സാം നടക്കുക. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പിന്നെ അവർ അറിയിക്കും കേട്ടോ, വെബ്സൈറ്റ് ത്രൂ അറിയിക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകൾ കാര്യങ്ങൾ തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾ GOCL എജുലാൻഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതവിടെ ഈസി ടൂളിൻ്റെ അടുത്തൂടെ കാണാം ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ജോയിൻ ചെയ്ത പ്രൈവറ്റ് ജോബ്സ് ആണ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, എയർപോർട്ട് ജോബ്സ്, ഗ്രൗണ്ട് സ്റ്റാഫ് തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മന്ത് വൈസ് ഈസിലി ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്, GOCL എജുലാൻഡ് അടിച്ചു കൊടുത്താൽ മതി. അതിന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ് കാണാം നിങ്ങൾക്ക്. GRSC സൂപ്പർവൈസർ. ഇനി ഇതിവിടെ കണ്ടില്ല, ഇവിടെ താഴെ ഇവിടെ ഉണ്ടാവും. ഇവിടെ 4-5 പോസ്റ്റ് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ റീഡ് മോർന്നിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഞാൻ കൂടുതൽ പോസ്റ്റ് ആഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിവിടെ കാണില്ല. ഇവിടെ റീഡ് മോർന്നിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ സെർച്ച് ബാർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് GRSC എന്ന് അടിച്ചു കൊടുത്താലും മതി. നമ്മളിവിടെ GRSC സൂപ്പർവൈസേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക, ടെലഗ്രാം, വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അതുവഴി അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് അത് നമ്മൾ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു പോർട്ടൽ. ഇതാണ് നിൽക്കണം. വെൽക്കം ടു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ GRSC. ഇവിടെ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ കാണാൻ 2025/4S. ഓക്കെ, അത് ഉറപ്പിക്കാം. ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓൺലൈൻ അപേക്ഷ 12 ജൂണാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഇവിടെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇതിൽ ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ലോഗ്ഡ് ഇൻ കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നുള്ള നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ എന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് അങ്ങനെ പോകണം സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലേ നമ്മുടെ എല്ലാ വീഡിയോയുടെ താഴെയും കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് നമ്മൾ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ പോകാണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മൊബൈൽ തന്നെ യൂസ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമ്മൾ വീഡിയോ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.